ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സർപ്രൈസ് പൊളിക്കാം അല്ലേ? ഒരു ടീനേജ് തൊട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മയുടെ കൂടെ ഫ്ലൈറ്റിൽ പോകണം എന്നുള്ളത് കേട്ടോ. ഞങ്ങൾ പലപ്പോഴും പ്ലാൻ ചെയ്തതെങ്കിലും വേണ്ട എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തൊരു കാര്യമാണ് ഞാനിന്ന് ചെയ്യാൻ പോണത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നതിൻ്റെ റീസണും ഇതാണ് കേട്ടോ. അമ്മ ലാസ്റ്റ് വീക്ക് ചെന്നൈക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കസിൻ്റെ വീട്ടിലേക്ക്, ചേച്ചിയുടെ വീട്. ആൻറ്റിക്ക് ഒരു സർജറി സംബന്ധമായിട്ട് അമ്മ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന അമ്മയ്ക്ക് പോകുമ്പോഴേ എന്നോട് ചോദിച്ചു, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, എനിക്ക് മടിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് കൂടെ പോകുമ്പോൾ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് കൂടെ പോകാനുള്ള സാഹചര്യം പറ്റിയില്ല. അപ്പോൾ തിരിച്ചു വരുമ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ രാത്രി അങ്ങനെയാണ് പോയത്. പക്ഷെ തിരിച്ചു വരുന്നത് ഫ്ലൈറ്റിനാണ് വരുന്നത് കേട്ടോ. എനിക്ക് എന്താ പറയുക, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു വലിയൊരു ആഗ്രഹമാണ്. ചെറിയ ആഗ്രഹമല്ല, ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് പ്രാബല്യത്തിൽ വരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്താ പറയുക, കുറേ റീതിങ്കിങ് എൻ്റെ മൈൻഡിലൂടെ ഇങ്ങനെ പോയെങ്കിലും ഞാൻ ഓർത്തു ഇതായിരിക്കും എൻ്റെ ഒരു സമയം, എനിക്ക് കിട്ടിയൊരു ചാൻസ് ഇതായിരിക്കും. നമുക്ക് നാളെ എന്താണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഫ്ലൈറ്റിൽ കയറാൻ നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പം എല്ലാവർക്കും എല്ലാം സാധിക്കാൻ പറ്റും എന്നില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പം എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഇതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതും നമ്മൾ അധ്വാനിച്ച പൈസയിൽ നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് കാണുമ്പം അയ്യേ ഇതാണോ ഡിവൻ ഈ 2 ദിവസമായിട്ട് പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെയല്ല, എന്നെ അതുപോലെ നോക്കി വളർത്തിയ ഒരു വ്യക്തിയാണ് അമ്മ. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബെസ്റ്റായിട്ട് ചെയ്തു തന്ന ഒരാൾക്ക് ഇതെങ്കിലും ഞാൻ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര ഒരു സങ്കടമാവും എൻ്റെ ലൈഫിൽ. മറ്റേത് ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് അത്ര പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്കൊന്ന് ചുരുങ്ങി കേട്ടോ. എന്നാലും വേണ്ടില്ല, അമ്മ ഹാപ്പിയാണ്, അതറിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അമ്മയുടെ ഫേസ് നിങ്ങൾക്ക് കാണണ്ടേ? ദേ നമ്മുടെ ലീലാമ്മച്ചി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു ടിക്കറ്റ് പിടിച്ച് നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കണം അമ്മ. ഇപ്പോൾ ചോദിക്കും അച്ചച്ചനെ കൊണ്ടുപോകുന്നില്ലേന്ന്. ഇത് സഡൻ പ്ലാനാണ്. മോറോവർ അച്ചച്ചന് ഇതൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അച്ചച്ചനെ ഇതിനകത്തോട്ട് ഞാൻ വലിച്ചഴിച്ചിട്ടില്ല. അമ്മയെ കൊണ്ടുപോകണം എന്നുള്ളത്, അമ്മയ്ക്ക് കുറേ ബെസ്റ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. എൻ്റെ ലൈഫ് സ്റ്റോറി കേട്ടവർക്ക് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. അങ്ങനെ ഞങ്ങളിത് എയർപോർട്ടിലെത്തി. കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു ഞങ്ങളുടെ എല്ലാ വരവും പോക്കൊക്കെ. അപ്പോൾ ഒരു കോഫി കുടിച്ചപ്പോൾ ഭയങ്കര ചൂട്. അപ്പോൾ എനിക്ക് നാവ് പൊള്ളണോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് 9:20 ഫ്ലൈറ്റാണ് ഞാൻ ബുക്ക് ചെയ്തത്. കാരണം ഞാൻ ചേച്ചീനെയും 5 വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. കുറച്ച് നേരം സംസാരിക്കണം ഒക്കെ അങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു മൊമോസ് കഴിച്ചിട്ട് ഒരു കോഫി ഒരു എണ്ണം വാങ്ങിച്ചിട്ട് 2 പേരും കൂടെ ഷെയർ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അറിയാമല്ലോ എയർപോർട്ടിലെ ചാർജസ്. എന്നാലും എയർപോർട്ടിൽ പോയിട്ടൊരു കാപ്പി കുടിച്ചു എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. കാരണം ഞങ്ങൾ അത്രയ്ക്കും വിശന്നു പോയി. ഞാൻ പറഞ്ഞില്ല, എല്ലാം കറക്റ്റ് ടൈമിങ് ആയതുകൊണ്ട് തന്നെ ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് തന്നെ വരിക, ചെക്ക് ഇൻ ചെയ്യുക, ബോർഡിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച് ആ ഗ്യാപ്പിൽ ഞങ്ങൾ കയറി, അങ്ങനെ പറയാം. അങ്ങനെ ദേ ഫ്ലൈറ്റിൽ കയറി. ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് പേടി വരും, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം മൂപ്പർക്ക് എക്സ്കലേറ്റർ പോലും പേടിയാണ്. ബട്ട് വളരെ കൂളായിട്ട് അത് ഇരുന്ന് എൻജോയ് ചെയ്തു. അമ്മ പറയാ ഒരു രാത്രി മൊത്തം ബസ്സിലും ട്രെയിനിലും ഇരുന്ന് കളയുന്ന കാര്യം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെന്നൈ ടു കൊച്ചി എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ഫ്ലൈറ്റിൽ വേറെ ഒന്നും ഫുഡൊന്നും ബുക്ക് ചെയ്തിട്ട്, കാരണം അമ്മ സാൻഡ്വിച്ച് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. അപ്പം ഞാനത് വാങ്ങിച്ച് ഞാൻ തന്നെ ഇരുന്ന് കഴിക്കേണ്ടി വരും. പിന്നെ നമ്മൾ നോയിമ്പോ ആയതുകൊണ്ട് ഞാൻ ലോഞ്ച് ആക്സസിലും എയർപോർട്ട് ലോഞ്ചിലും ഞാൻ കയറിയില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, എൻ്റെ ഈ ഒരു 30 വർഷത്തെ ജീവിതത്തിന് ചെറിയൊരു അർത്ഥമുണ്ടായ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. ഫെബ്രുവരി 18 എന്ന് പറയുന്നത് ഞാൻ ലൈഫിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. എനിക്കെന്താണ് ഈ പ്രാവശ്യം കയറുമ്പോൾ ഭയങ്കരമായിട്ട് ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. എനിവേ ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് എൻ്റെ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ടിക്കിട്ട് വെക്കാം കേട്ടോ. കാര്യം നിസ്സാരമാണ്, എന്നാലും ഞാൻ ഭയങ്കര ഒരു പ്രൗഡായിട്ട് ആസ് എ ഡോട്ടർ ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തു. അമ്മയുടെ ഈ 62ാമത്തെ വയസ്സിൽ അമ്മയ്ക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ളൊരു ഭാഗ്യം എനിക്കായിട്ട് ഒരുക്കി കൊടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യണ സീനാണ് കേട്ടോ അത്. എനിക്കിന്നലെ ബസ്സിൽ പോയപ്പോൾ എൻ്റെ മുഖത്തോട്ട് ഞാൻ വലിയ കാര്യത്തിൽ വെച്ചിട്ട് കിടന്നുറങ്ങി. അതെനിക്ക് പറ്റിയില്ല, ഭയങ്കര ചുമ. അപ്പം ഞങ്ങൾ ലഗേജ് എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഫ്രീ ഹാൻഡായിട്ട് നടക്കാനായിട്ട്. അപ്പോൾ അത് പിക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഒരാളെ എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഇയാളാണ് നടന്നു പോണത്. അയാളുടെ ഫോട്ടോ ഞാൻ ഓൾറെഡി തംബ്നെയിലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ എന്താ പറയുക, ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു, എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു.
അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ എങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്തെന്നുള്ളത് ഞാൻ ഇതിന് ശേഷം ഞാൻ എയർപോർട്ടിലെ വീഡിയോസൊക്കെ കുറേ എടുക്കണമെന്ന് വിചാരിച്ചതാണെങ്കിൽ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ അതിലേറെ അമ്മേനേക്കാളും എക്സൈറ്റഡ് ഞാനായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സർപ്രൈസ് കണ്ടല്ലോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി. എനിക്ക് ഇപ്പോഴും ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നെപ്പോലെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അല്ലെങ്കിൽ പല സാഹചര്യത്തിലും കൂടെ കടന്നു വന്നവർക്ക് ഇതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവും. നമ്മുടെ മാതാപിതാക്കളെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഫ്ലൈറ്റിൽ കയറ്റാൻ പറ്റിയിരുന്നേ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇന്റർനാഷണൽ പോയാലേ അതിൻ്റെ ഒരു ഫീൽ കിട്ടും, ഒരിക്കലും ഇല്ല. ഞാൻ പിന്നെ ഇരുന്ന് റിയലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി, ജസ്റ്റ് എന്താ പറയുക, നമ്മൾ കൊച്ചി ടു ചെന്നൈയിലും ചെന്നൈ ടു കൊച്ചി ആണെങ്കിലും അതൊരു ഫ്ലൈറ്റാണ്, അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആകാശത്തിൽ കൂടെ പോകാൻ കിട്ടുന്ന ഒരു അവസരം മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ്. അമ്മ ലാസ്റ്റ് വീക്കാണ് വിളിച്ചിട്ട്, ലാസ്റ്റ് അതിന് മുമ്പത്തെ 2 ആഴ്ചയായി ശരിക്കും പ്ലാൻ തുടങ്ങിയിട്ട്. ആദ്യം അമ്മയ്ക്ക് ഭയങ്കര, എനിക്ക് തോന്നുന്നു ഡിംല കാലിഫോർണിയ ഫെബ്രുവരി 8-ാം തീയതിയാണ് നമ്മളിത് തുടങ്ങിയത്. അമ്മയ്ക്ക് ചെന്നൈക്ക് പോകണം, പക്ഷെ അമ്മ ഇന്ന് വരെ തന്നെ ചെന്നൈക്ക് പോയിട്ടില്ല. എൻ്റെ കൂടെ അല്ലാണ്ട് വേറെ അമ്മ ഒറ്റയ്ക്ക് പോയിട്ടില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ആകെ ഇതായി. അപ്പോഴാണ് അമ്മ ചോദിച്ചത്, നിനക്ക് എന്നെ കൊണ്ടുവിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അന്ന് ഞാൻ പോകണമെന്ന് വിചാരിച്ചു, പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പം അമ്മ അറിയാതെ അമ്മയുടെ വായിന്ന് വന്നു, ഫ്ലൈറ്റിനൊക്കെ എത്ര രൂപയാവും, അതാവുമ്പോൾ നിനക്ക് അത്ര റിസ്ക് ഇല്ലല്ലോ, ഞാൻ ഫെയർ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. 10-15 രൂപയ്ക്കുള്ളിലാണെങ്കിൽ ഞാൻ ഫെയർ എടുക്കാം, നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പൈസയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, അമ്മയ്ക്ക് ഫ്ലൈറ്റിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചപ്പം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. മീൻസ് ഇപ്പോൾ അമ്മേനെ ഞാൻ ബസ്സിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് ബസ്സിൽ വരാൻ ഞാൻ നോക്കിയപ്പോൾ ട്രെയിൻ ടിക്കറ്റ്സ് ഒന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പെട്ടെന്ന് എനിക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ അന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളെ പിള്ളേരുടെ കാര്യം ആലോചിക്കണം. എനിക്ക് എൻ്റെ ഉള്ളിലെ ടെൻഷൻ ഇവിടെ എങ്ങനെ എടുക്കും, അങ്ങനെയുള്ള ഒരു ടെൻഷനായിരുന്നു. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇപ്പം എങ്ങനെയെങ്കിലും ബസ്സിൽ കയറി പൊക്കോ. എനിക്ക് മനസ്സോടെയാണ് ഞാൻ വിട്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, കാരണം അമ്മ അങ്ങനെ പോയിട്ടില്ല, അമ്മയ്ക്ക് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ മറ്റേ അവിടുന്ന് ബസ് ബുക്ക് ചെയ്തിട്ട് അവരുടെ സ്റ്റോപ്പിലും, അതായത് മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. അവരുടെ മരുമക വന്ന് പിക്ക് ചെയ്ത് പോയി. അങ്ങനെ പോകേണ്ട ബുദ്ധിമുട്ടുകളൊന്നും അമ്മയ്ക്ക് ഉണ്ടായില്ല. പക്ഷെ പേടിയുണ്ടല്ലോ. പിന്നെ സ്ലീപ്പറിൽ അമ്മയ്ക്ക് കാലിന് ഭയങ്കര വേദന എടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തു, ഞാൻ ഒന്ന് പോയിട്ട് വരാം. കാരണം ചേച്ചി ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോൾ, തോമുനെ പ്രസവിച്ച് കിടക്കുമ്പോൾ എന്നെ കാണാനായിട്ട് ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അവർ ഫുൾ ഫാമിലി ആയിട്ട് ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ടു, അവനിപ്പോൾ 5 വയസ്സായി, 5 വർഷമായി ചേച്ചിനെ ഞാൻ കണ്ടിട്ട്. ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് ജർമ്മനിയിൽ പോയി ആൻറ്റിയുടെ സർജറി ആയിട്ട് നാട്ടിലേക്ക് ആൻറ്റിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു 3 ഡേയ്സ് അമ്മ ആൻറ്റിക്ക് കൂട്ടായിട്ട് പോയതാണ്. കാരണം ചേച്ചി ശനിയാഴ്ച ലാൻഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചേച്ചി പറഞ്ഞാ, നീ ഈ വീക്ക് വെക്ക്, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് വന്ന് നോക്കാം. പക്ഷെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ധൃതി പിടിച്ചപ്പോഴത്തേക്കും പിന്നെ അവർക്ക് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പൊ അമ്മ വരാന്ന്, അമ്മയും കുറേ നാളായിട്ട് ചെന്നൈക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഞാനില്ലാത്തതിന്റെ പേരിൽ പോവാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പറഞ്ഞ എല്ലാത്തിനും ഒരു സാഹചര്യം. അപ്പൊ ഞാൻ ഡോൺ ചേട്ടനോട് ഡിസ്കസ് ചെയ്ത് ഇവിടെയൊക്കെ ചോദിച്ചു. പറഞ്ഞു, ഡിവൈൻ്റെ ഇഷ്ടം എന്താണോ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കൊരു ആശയക്കുഴപ്പമായി, കാരണം കുറച്ച് ഫിനാൻഷ്യലി ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒറ്റയടിക്ക് എനിക്ക് എടുത്ത് പൊട്ടിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഈ സമയമാകുമ്പോൾ പിള്ളേരുടെ ഫീസൊക്കെ അടയ്ക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് മോറോവർ എനിക്ക് ബിസിനസ് വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻകം വരില്ല. പക്ഷെ ഞാൻ ആലോചിച്ചു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ Q&Aയിൽ പറഞ്ഞിട്ടുണ്ട്, മമ്മിയുടെ ഇൻസ്പിറേഷനിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു തുകകൾ വരുന്നത് ഫിക്സഡ് ആക്കിയിടുക, അങ്ങനെയൊക്കെ തുടങ്ങിയപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ റീസെൻ്റ്ലി വളരെ കുറച്ച് എമൗണ്ട് ഫിക്സഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഓർത്തു, അത് ഞാൻ വിഡ്രോ ചെയ്യാം. വളരെ ചെറിയൊരു എമൗണ്ടേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വലിയ ലക്ഷങ്ങളൊന്നുമല്ല, നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് കൊണ്ടിടുന്നതാണ് കേട്ടോ. സോറി. അപ്പം ഞാൻ വിചാരിച്ചു അത് വിട്ടു, എന്തായാലും എൻ്റെ പൈസയാണ്, ഞാൻ സമ്പാദിച്ച് കൂട്ടിയ പൈസ ഞാൻ കൊണ്ട് ഫിക്സഡിൽ ഇട്ടാണ്. സോ ഞാൻ ഓർത്തു അതൊന്നും എടുക്കാം, എന്നിട്ട് ഇതൊന്ന്, കാരണം എല്ലാം നടക്കണമെങ്കിൽ നമുക്ക് നിറച്ച് കയ്യിൽ പൈസ ഉള്ളപ്പോൾ നടക്കാമെന്ന് വിചാരിച്ചിരുന്നത് ഒരിക്കലും നടക്കില്ല. അപ്പം ഞാൻ മനസ്സിൽ രണ്ടും കൽപ്പിച്ചത് തീരുമാനിച്ച് ഞാനത് എടുത്ത് ടിക്കറ്റൊക്കെ അമ്മയോട് മിണ്ടിയില്ല. ഞാൻ അമ്മയോട് വേറെ പേ ചെയ്യാനോ ഞാൻ പറഞ്ഞില്ല. അമ്മ അങ്ങനെയാണ് പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ല, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത്. കുറേ നാളത്തെ, എനിക്ക് തോന്നുന്നു മിനിമം ഒരു 12 വർഷത്തെ ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ അതായതുകൊണ്ട് തന്നെ ഞാൻ പോകുമ്പം ട്രെയിനിൽ ബസ്സിൽ പോവാം. അപ്പൊ ആ ഒരു എക്സ്പെൻസ് കുറയുമല്ലോ. തിരിച്ചു വരുമ്പോൾ 1 സൈഡ് മാത്രം നമുക്ക് ഫ്ലൈറ്റിൽ അമ്മയുള്ളപ്പോൾ വരാം എന്ന് വിചാരിച്ചു. അത് വളരെ ഭംഗിയിൽ നടന്നു.
പോയ ബസ്സാണെങ്കിലും എനിക്ക് വളരെ നല്ലതായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബസ്സായിരുന്നു കേട്ടോ. കുറേ പേര് കമന്റ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് ഞാൻ പക്ഷെ കാണുന്നത് ഉച്ചയ്ക്കൊരു മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ മാമ്പാക്കത്താന്ന് കമന്റ് റിപ്ലൈ കൊടുത്തെങ്കിലും വേറെ കുറച്ച് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നൈയിലാണ്, എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട്. അത് ഞാൻ സത്യം പറഞ്ഞാൽ എയർപോർട്ടിൽ എത്തിയതിന് ശേഷമാണ് ഞാനിത് കാണുന്നത്. പിന്നെ ഞാൻ അവർക്ക് റിപ്ലൈ പോലും കൊടുക്കാൻ നിന്നില്ല. ഞാൻ മീൻസ് കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു, കാരണം ഞാൻ ഓൾറെഡി ബോർഡ് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വിശേഷങ്ങൾ ഭയങ്കര ഭയങ്കര സന്തോഷമായി കേട്ടോ എനിക്ക്. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു ആഗ്രഹം നടന്നു. അമ്മയ്ക്ക് എപ്പോഴായാലും ഓർത്ത് പറയാലോ, ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഒരിക്കലും നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് പോയാലേ അതൊരു ഫ്ലൈറ്റ് ട്രിപ്പ് ആവുള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇങ്ങനെയും നമുക്ക് എനിക്ക് അതുപോലെ എർത്ത് ലോഞ്ചിൽ കയറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കറക്റ്റ് സമയത്ത് നോയമ്പും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ അത് കഥാകുതായി. എന്നാലും വേണ്ടില്ല, ബാക്കി കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നിങ്ങൾ എത്രത്തോളം ഇതിൽ ഹാപ്പി ആവുമെന്നോ ഇതിൽ സാറ്റിസ്ഫൈഡ് ആവുമെന്നോ അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുമെന്നോ എനിക്കറിയില്ല. ചിലർക്കും അത് തെറ്റായിട്ട് തോന്നുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ എന്നെ അതുപോലെ നോക്കി വളർത്തിയ ഒരു വ്യക്തിയാണ്. എല്ലാവരും പാരൻസ് നോക്കുമില്ല എന്നല്ല, പക്ഷെ ഞാൻ വന്ന സാഹചര്യം അതായതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് ദ ബെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഞാൻ തന്നെ ആയിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ ഭംഗിയിൽ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് എന്താ പറയുക ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം എനിക്ക് പല എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നെങ്കിലും അതൊക്കെ തട്ടി മാറ്റി ദൈവം എനിക്ക് ഇങ്ങനെ വഴി തുറന്നു തരായിരുന്നു. ഈ പൊക്കോ ഞാനുണ്ട് മുന്നേ എന്ന് പറഞ്ഞിട്ട് വഴി റെഡിയാക്കി തന്നു. ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇന്ന് അമ്മ ഒരു പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ തന്നെ അമ്മ കൂടെ പോയിട്ട്, കാരണം 1 വീക്കായി അമ്മ പോയിട്ട്. അപ്പം വീട്ടിലെ അച്ഛനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിള്ളേരെ എഴുന്നേറ്റ് അവരെ ഒന്ന് കണ്ടിട്ട് പോകാനായിട്ട് അമ്മ വെയിറ്റ് ചെയ്യായിരുന്നു. ആദ്യം ഇന്ന് പോകുന്നില്ല എന്ന് വെച്ചതാണ്. പിന്നെ അമ്മ പറഞ്ഞു ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. നാളെ ആദ്യ വെള്ളിയാഴ്ച മറ്റേ നമ്മുടെ നോയമ്പ് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച എനിക്ക് കുരിശിന്റെ വഴിക്ക് പോകണം. അവിടെ പോയിട്ട് വിഭൂതിനൊന്നും പോകാൻ പറ്റാഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അമ്മ അതൊന്നും മിസ് ചെയ്യാറില്ല. അമ്മ പറഞ്ഞു ആദ്യ വെള്ളിയാഴ്ചയാ, എനിക്ക് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. നാളെ രാവിലെ പോയാൽ പിന്നെ എനിക്ക് ടയേർഡാ. ഉച്ച കഴിയും അവിടെ ചെല്ലുമ്പോൾ, പിന്നെ എനിക്ക് പോകാം. ഇന്നാകുമ്പോൾ എനിക്ക് വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് രാത്രി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. എന്നിട്ട് നാളെ ആയാലും റെസ്റ്റ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ശരി പോയിട്ടോ, പിള്ളേര് കണ്ടല്ലോ അത് മതി. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ഒരു എക്സിക്യൂഷന് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പാർട്ടുണ്ടെന്ന് പറയാം. കാരണം ഞാൻ പല കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്നെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ കുട്ടി സർപ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെന്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അമ്മേനെക്കാളും എക്സൈറ്റ്മെന്റ് എനിക്കായിരുന്നു. പിന്നെ നമ്മളെ ഷൈനികത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടറായിരുന്നു. പല സിനിമകളിലും കണ്ടിട്ട് ഇഷ്ടമാന്ന് പറയാൻ. മൂപ്പരെ കണ്ടപ്പോൾ ശരിക്കും എക്സൈറ്റ്മെന്റ് വീഡിയോ എടുക്കാൻ പറ്റില്ല. മൂപ്പര് പെട്ടെന്ന് തോർന്നത്. ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ ഒരുമിച്ചായിരുന്നു, അതായത് കോഫി വാങ്ങിക്കാൻ ഒരുമിച്ചാണ് ഞങ്ങൾ കയറിയത്. അപ്പം ഞങ്ങളോട് ഒന്ന് സംസാരിക്കുകയോ ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്തു. അപ്പം ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറച്ച് പേര് അത് ഇന്നലെ കണ്ടു. നമ്മുടെ സുമതി വളവിലെ അർജുൻ അശോകന്റെ നായികയായിട്ട് വന്ന കുട്ടി, അവരുടെ ഫാമിലിനെ കണ്ടു. അവര് ഫ്ലൈറ്റിൽ നമ്മൾ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഷൈൻ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് നിന്ന് ഫോട്ടോ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അമ്മയുടെ കൂടെ ഫോട്ടോ എടുത്ത് ഭയങ്കര സന്തോഷം. ഞങ്ങൾ സെയിം ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു. കൊച്ചിയിൽ വന്നിറങ്ങിയപ്പം ബൈയൊക്കെ പറഞ്ഞിട്ട് പോയി. നമുക്ക് അങ്ങനെ എല്ലാവരെയും എപ്പോഴും കാണാൻ പറ്റുന്നൊന്നും ഇല്ലല്ലോ. ഇനി എന്തെങ്കിലും ലാലേട്ടനെയും ഞാൻ കാണുമായിരിക്കും, ലാലേട്ടനെയും മമ്മൂട്ടിനെയൊക്കെ കാണുമായിരിക്കും. നോക്കാം. ഇത് വഴി ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണല്ലോ, നോക്കാം. ഇതുപോലെയല്ലേ ഓരോ ഇതും നമുക്ക് കിട്ടാം. അപ്പം എൻ്റെ ഈ സർപ്രൈസിനായിട്ട് കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. എന്നെ ചീത്ത വിളിക്കരുത്. വീണ്ടും ഞാൻ പറയാണ്, ഇതായിരുന്നു എൻ്റെ സർപ്രൈസ്. നിങ്ങൾ വിചാരിച്ച പോലെ ഞാൻ ജോലിക്ക് പോയതോ ബിഗ് ബോസിൽ പോയതോ ഒന്നുമല്ല. എൻ്റെ ഒരു ഡ്രീം നിറവേറ്റാൻ ഞാൻ ഇവിടുന്ന് ബസ്സിന് പോയിട്ട് തിരിച്ച് ഫ്ലൈറ്റിന് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.